നമസ്കാരം. ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തനം ഊർജിതമാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. പുതിയ നേതൃത്വത്തിന് കീഴിൽ പ്രധാന തന്ത്രങ്ങളും സംഘടനാ പുനർനിർമ്മാണവും അടക്കം നടപ്പാക്കും. തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം എന്നീ നഗര കോർപ്പറേഷനുകളിൽ വിജയം ലക്ഷ്യമിടുന്ന പാർട്ടി തന്ത്രപരമായി നിർണായകമായ ചില പോക്കറ്റുകളിലും വിജയസാധ്യത മനസ്സിലാക്കാൻ തന്ത്രങ്ങൾ രൂപീകരിക്കും. NSS അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സ്വാധീനമുള്ള മേഖലകളിൽ UDF കൈവശം വച്ചിരിക്കുന്ന സീറ്റുകൾ ലക്ഷ്യമിട്ടും പ്രവർത്തിക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഓരോ പഞ്ചായത്തുകൾക്കും വേണ്ടി പദ്ധതി തയ്യാറാക്കും. നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നതാണ് മുൻഗണന. സംഘടനാപരമായി ശക്തമായ പ്രദേശങ്ങളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് നിർണായകമായ പങ്ക് വഹിച്ചോ അതോടൊപ്പം തന്നെ സാന്നിധ്യം അറിയിക്കാനും പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ബി.ജെ.പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റികളാണ് നിയന്ത്രിക്കുന്നത്: പാലക്കാട്, അതോടൊപ്പം തന്നെ പന്തളം എന്നിവ. മുന്നണിക്ക് സംസ്ഥാനത്തുടനീളം 1600ഓളം വാർഡ് അംഗങ്ങളുണ്ട്. സാധാരണ രീതിക്ക് വിരുദ്ധമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി പാർട്ടി ഒരു പുതിയ സംഘടനാ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സൂക്ഷ്മതല ആസൂത്രണത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കാൻ ഓരോ വാർഡിലും 5 അംഗ കോർ ടീമുകൾ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിനുമുള്ള ലക്ഷ്യങ്ങൾ സംസ്ഥാന നേതൃത്വം നിശ്ചയിക്കും. കൺവെൻഷനുകൾ നടത്തി മെയ് മുതൽ നവംബർ വരെയുള്ള പ്രവർത്തനങ്ങളുടെ റോഡ് മാപ്പ് അവതരിപ്പിക്കും. പഞ്ചായത്തുകളുടെ ചുമതലയുള്ളവരെ പിന്നീട് തീരുമാനിക്കും. പ്രൊഫഷണലായും സമയബന്ധിതമായ രീതിയിൽ ഇക്കാര്യങ്ങൾ പൂർത്തിയാകും. വാർഡുകൾ തരംതിരിച്ചു പോലും തന്ത്രപരമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണെന്നും മുതിർന്ന അംഗം പറഞ്ഞു. കോൺഗ്രസ് ബെൽറ്റുകളിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് പ്രധാന ലക്ഷ്യം. 2ാം ഘട്ടത്തിൽ CPM-ന് ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈഴവ, OBC, പട്ടികജാതി, ഗോത്രവിഭാഗങ്ങൾ തുടങ്ങി സമുദായങ്ങളുടെ ഗണ്യമായ സാന്നിധ്യമുള്ള വാർഡുകളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. കൃത്യമായ വ്യക്തതയോടെ ഏതൊക്കെ നേതാക്കളെ എവിടെയൊക്കെ നിർത്തിയാൽ വിജയം നേടാമെന്ന കൃത്യമായ ഒരു ലക്ഷ്യം ബി.ജെ.പിക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബി.ജെ.പിയിലെ മറ്റു നേതാക്കൾ വിളിച്ചു പറയുന്നത് കേട്ടായിരിക്കില്ല ബി.ജെ.പി ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥികളെ നിർത്തുക. കൃത്യമായ ഒരു സർവേ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിലുള്ള ടീം അംഗം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും വിജയിച്ച ബി.ജെ.പി നേതാക്കൾ മികച്ച പ്രകടനമടക്കം കാഴ്ചവെച്ചോ എന്നടക്കം രാജീവ് ചന്ദ്രശേഖർ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആ സ്ഥാനാർത്ഥി വീണ്ടും അവിടെ തന്നെ തുടരണോ എന്നടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം RSS ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരിക്കും എന്നതും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചായിരിക്കും. അതായത് ബി.ജെ.പിയും RSSും തമ്മിൽ ഒരു ബന്ധം, ഇവിടെയും ഒരു ചർച്ചകൾ വരും സാധ്യത കൂടുതലാണ് എന്നതാണ് ബി.ജെ.പിയുടെ നേതൃത്വങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.